നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാളെ ഡിസംബർ 13 വെള്ളിയാഴ്ച തൃക്കാർത്തികയാണ്. ഈ ഒരു ഇല നിങ്ങൾക്ക് ലഭിച്ചാൽ മറക്കാതെ തന്നെ അതിനു മുകളിൽ ഈ ഒരു ദീപം കൊളുത്തി നോക്കൂ. നിങ്ങളുടെ കുടുംബത്തിന് രാജയോഗം വന്നു ചേരുന്നതാണ്. ആ ഇല ഏതാണെന്നും എങ്ങനെയാണ് അത് പ്രയോജനപ്പെടുത്തേണ്ടതെന്നും പറയുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വൃശ്ചിക മാസം എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു മാസം മുഴുവനും ദീപവഴിപാടിന് ഏറ്റവും അനുയോജ്യമായ മാസമാണ്. ഇനി ഇത്തവണ തൃക്കാർത്തിക വരുന്നത് വെള്ളിയാഴ്ചയോട് ചേർന്നാണ്. വെള്ളിയാഴ്ച എന്നാൽ അത് മഹാലക്ഷ്മിക്കും ശുക്രഭഗവാനും ഏറ്റവും അനുയോജ്യമായ ദിവസമാണ്. ഇതുകൂടാതെ കാർത്തിക നക്ഷത്രം മുരുകഭഗവാന് വിശേഷപ്പെട്ട നക്ഷത്രവുമാണ്. ഇത്രയേറെ വിശേഷപ്പെട്ട ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ദിവസമായ തൃക്കാർത്തിക നാളിലെ ഏതൊരു പ്രാർത്ഥനയ്ക്കും അതിവേഗം ഫലമുണ്ടാകുന്നതാണ്. ഇനി തൃക്കാർത്തിക ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും നല്ലതാണ്. ലക്ഷ്മി ദുർഗാ ക്ഷേത്രങ്ങൾ ഉത്തമം. ഇനി ഭദ്രകാളി പാർവതി തുടങ്ങിയ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നതും നല്ലതാണ്. ഇനി മനസ്സിൽ ദുർചിന്തകളൊന്നും തന്നെ പാടില്ല. പാലാഴി മദനത്തിൽ സർവാലങ്കാര വിഭൂഷിതയായ മഹാലക്ഷ്മി വരണമാല്യവുമായി ഉയർന്നു വന്ന് വിഷ്ണു ഭഗവാന് ചാർത്തിയ പുണ്യ ദിവസമാണ് തൃക്കാർത്തിക. ആദിയും അന്തവും ഇല്ലാത്ത പരാശക്തി ഐശ്വര്യത്തിന്റെ പ്രതീകമായ മഹാലക്ഷ്മിയായി രൂപമെടുത്ത ദിവസമെന്നും ഇതിനെ പറയാം. തൃക്കാർത്തികയെപ്പറ്റി ധാരാളം ഐതിഹ്യങ്ങളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനം മഹാലക്ഷ്മി അവതാരമാണ്. 2024 ഡിസംബർ 13 വെള്ളിയാഴ്ചയാണ് ഇത്തവണത്തെ തൃക്കാർത്തിക. വൃശ്ചിക മാസത്തിലെ പുണ്യദിനങ്ങളിൽ ഒന്നായ ഈ ദിവസം പ്രധാനമായും ലക്ഷ്മി ബീജമന്ത്രമാണ് ജപിക്കേണ്ടത്. ഓം ശ്രീം നമഃ എന്നതാണ് ലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രം. നാളെ കഴിയുന്നത്ര തവണ ഇത് ജപിക്കേണ്ടതാണ്. ഇനി തൃക്കാർത്തികയ്ക്ക് മാത്രമല്ല, എല്ലാ ദിവസങ്ങളിലും 36 തവണ വീതം ഈ മന്ത്രം ചൊല്ലുന്നതും നല്ലതാണ്. ഇതുകൂടാതെ ഓം ശ്രീം മഹാലക്ഷ്മി നമഃ എന്ന മന്ത്രവും ചൊല്ലാവുന്നതാണ്. കാർത്യായനി ദേവിയുടെ തിരുനാൾ കൂടിയായ തൃക്കാർത്തിക ദിവസം ദേവി പ്രീതി നേടിയാൽ രോഗദുരിതങ്ങളും സങ്കടങ്ങളും അകന്ന് ഐശ്വര്യവും ആഗ്രഹ സാഫല്യവും ഉണ്ടാകുന്നതാണ്. ലളിതമായി ദേവി പ്രീതി നേടാനുള്ള മാർഗമാണ് തൃക്കാർത്തിക ദിവസം സന്ധ്യയ്ക്ക് വീട്ടിലും പരിസരത്തും ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുക എന്നത്. നിലവിളക്കിലോ മൺചിരാതിലോ നല്ലെണ്ണ ഒഴിച്ചാണ് ദീപം തെളിയിക്കേണ്ടത്. നെയ്വിളക്ക് തെളിയിക്കുന്നതും ഐശ്വര്യമാണ്. ഇനി വിളക്ക് കൊളുത്തുമ്പോൾ ചാണകവെള്ളം തളിച്ച് ശുദ്ധീകരിച്ച സ്ഥലത്ത് വേണം വിളക്ക് തെളിയിക്കുവാൻ. അതുപോലെ തന്നെ തൃക്കാർത്തികയ്ക്ക് കുറഞ്ഞത് 27 മൺചിരാതെങ്കിലും തെളിയിക്കേണ്ടതാണ്. ഇതിൽ കൂടുതൽ വിളക്കുകൾ തെളിയിക്കുവാൻ സാധിച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് വിളക്ക് കൊളുത്താവുന്നതാണ്. എങ്കിലും ഏറ്റവും കുറഞ്ഞത് 27 മൺചിരാതെങ്കിലും കൊളുത്തേണ്ടതാണ്. തൃക്കാർത്തിക ദിവസം ഉമ്മറപ്പടിയിൽ കോലം വരച്ച് വിളക്ക് തെളിയിച്ചാൽ സഹോദരന് ശക്തിയും ക്ഷേമവും പ്രശസ്തിയും മാതൃഗൃഹത്തിൽ ഐശ്വര്യവും ഉണ്ടാകുന്നതാണ്. ദേവീപ്രീതിക്ക് തൃക്കാർത്തിക ദിവസം ക്ഷേത്രത്തിൽ ചെയ്യുവാൻ സാധിക്കുന്ന വഴിപാടുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇനി നാളെ ദേവീക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിക്കുന്നതിലൂടെ നമ്മുടെ സകല പാപങ്ങളും ഇല്ലാതാകുന്നതാണ്. ഇനി എണ്ണ ദീപമാണ് കൊളുത്തുന്നതെങ്കിൽ കാര്യസിദ്ധി വന്നു ചേരുന്നതാണ്. ഇനി ത്രിമധുരം വഴിപാടായി കഴിപ്പിച്ചാൽ ഭാഗ്യം തെളിയുവാൻ നല്ലതാണ്. ഇനി ലഡുവാണ് നൽകുന്നതെങ്കിൽ അതിലൂടെ ദുഃഖശാന്തി ലഭിക്കുന്നതാണ്. ഇനി എള്ളുണ്ടയാണ് സമർപ്പിക്കുന്നതെങ്കിൽ അതിലൂടെ ദുരിതം നീങ്ങിക്കിട്ടുന്നതാണ്. ഇനി ക്ഷേത്രത്തിൽ പഴവർഗ്ഗങ്ങൾ സമർപ്പിച്ചാൽ അതിലൂടെ ദാമ്പത്യ ഭദ്രത ഉണ്ടാകുന്നതാണ്. തേനാണ് നിങ്ങൾ സമർപ്പിക്കുന്നതെങ്കിൽ രോഗശമനമുണ്ടാകുന്നതാണ്. കദളിപ്പഴം സമർപ്പിക്കുന്നതിലൂടെ ബുദ്ധി വികാസമുണ്ടാകുന്നതാണ്. കൂടാതെ ദേവിക്ക് താമരമാല സമർപ്പിച്ചാൽ അതിലൂടെ ഭാഗ്യം തെളിയുന്നതാണ്. തുളസിമാല സമർപ്പിച്ചാൽ കർമ്മലാഭമുണ്ടാകുന്നതാണ്. ഇനി പൂക്കുലമാലയാണ് സമർപ്പിക്കുന്നതെങ്കിൽ അലച്ചിൽ അകലുന്നതാണ്. മുല്ലപ്പൂമാല ദേവിക്ക് സമർപ്പിച്ചാൽ അതിലൂടെ കാര്യവിജയം വന്നു ചേരുന്നതാണ്. ഇനി ദേവിക്ക് പട്ട് അല്ലെങ്കിൽ ഉടയാടയാണ് ചാർത്തുന്നതെങ്കിൽ അതിലൂടെയും കാര്യസിദ്ധി വന്നു ചേരുന്നതാണ്. ഇനി നാളെ തൃക്കാർത്തിക ദിവസം സൂര്യോദയത്തിന് മുൻപ് കുളിച്ച് ദേവീക്ഷേത്രത്തിൽ പ്രദക്ഷിണം നടത്തുന്നതും ഇഷ്ടകാര്യസിദ്ധിക്ക് നല്ലതാണ്. ആവശ്യമായ സംഖ്യയിൽ പ്രദക്ഷിണം നടത്താവുന്നതാണ്. അതായത് 3, 5, 7
തുടങ്ങിയ യഥാശക്തി എണ്ണത്തിൽ ദിവസവും പ്രദക്ഷിണം വയ്ക്കാവുന്നതാണ്. പ്രതിസന്ധികൾ നേരിടാനും കാര്യവിജയത്തിനും ഇത് ഉത്തമമായ മാർഗമാണ്. ഏകാഗ്രതയോടെ ശ്രദ്ധയോടെ നാമജപത്തോടെ ചെയ്യുന്ന പ്രദക്ഷിണം എല്ലാ ദോഷങ്ങളും അകറ്റുന്നതാണ്. ഇനി ഒരു പ്രദക്ഷിണമാണ് വെക്കുന്നതെങ്കിൽ അതിലൂടെ പാപശാന്തി ഉണ്ടാകുന്നതാണ്. 3 പ്രദക്ഷിണമാണെങ്കിൽ കാര്യസിദ്ധി വന്നു ചേരുന്നതാണ്. 4 പ്രദക്ഷിണത്തിലൂടെ ഐശ്വര്യം ജീവിതത്തിൽ നിറയുന്നതാണ്. 5 പ്രദക്ഷിണമാണ് വെക്കുന്നതെങ്കിൽ മുൻജന്മ ദോഷമുക്തി ലഭിക്കുന്നതാണ്. ഇനി 7 പ്രദക്ഷിണമാണ് വെക്കുന്നതെങ്കിൽ ശാപദോഷ ശാന്തി വന്നു ചേരുന്നതാണ്. 9 പ്രദക്ഷിണമാണ് വെക്കുന്നതെങ്കിൽ അതിലൂടെ ശത്രു ദൃഷ്ടി ദോഷ ശാന്തി ലഭിക്കുന്നതാണ്. 12 പ്രദക്ഷിണമാണ് വെക്കുന്നതെങ്കിൽ ധന ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. 21 പ്രദക്ഷിണമാണ് വെക്കുന്നതെങ്കിൽ അതിലൂടെ സർവകാര്യ വിജയവും വന്നു ചേരുന്നതാണ്. അഗ്നിയാണ് കാർത്തിക നക്ഷത്രത്തിന്റെ ദേവത. ദേവി അഗ്നി സ്വരൂപിണിയും അഭീഷ്ടദായനിയും ആണ്. അതിനാലാണ് കാർത്തിക വിളക്കിന് വലിയ പ്രാധാന്യമുണ്ടായത്. തൃക്കാർത്തിക ദിവസം സന്ധ്യയ്ക്ക് ഗൃഹത്തിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ദേവി പ്രീതി ലഭിക്കുന്നതാണ്. ഇനി നാളെ തൃക്കാർത്തിക ദിവസം സന്ധ്യയ്ക്ക് 6 മണിക്ക് ശേഷം നിങ്ങളുടെ പൂജാമുറിയിൽ ദിവസവും നിങ്ങൾ കൊളുത്തുന്ന വിളക്കുകൾ കൊളുത്തുക. അതിനുശേഷം ഇനി പറയുന്ന ഈ ഒരു ദീപം കൂടി കൊളുത്തുക. ഈ ഒരു ദീപം നാളെ കൊളുത്തുന്നതിലൂടെ രാജയോഗ തുല്യമായ ജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോയിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഇല ലഭിച്ചാൽ ആ ഇലയ്ക്ക് മുകളിലാണ് ഈ ഒരു ദീപം കൊളുത്തേണ്ടത്. ആൽമരത്തിന്റെ ഇല ഉപയോഗിച്ചാണ് ഈ ദീപം കൊളുത്തേണ്ടത്. അതായത് ആലിലയ്ക്ക് മുകളിലാണ് ഈ ദീപം കൊളുത്തേണ്ടത്. ഇനി 27 ആലിലകൾ ലഭ്യമായാൽ 27 ആലിലയ്ക്ക് മുകളിലും 27 മൺചിരാതുകൾ വെച്ച് ദീപം കൊളുത്തുന്നത് സർവൈശ്വര്യപ്രദായകമാണ്. ഇനി 27 ഇലകൾ ലഭിക്കുന്നില്ല എങ്കിൽ വെറും ഒരേ ഒരു ആലില കിട്ടിയാൽ ആ ആലില നിങ്ങളുടെ പൂജാമുറിയിൽ വെച്ച് അതിനു മുകളിൽ ദീപം കൊളുത്താവുന്നതാണ്. വഴിയരികിലോ അല്ലെങ്കിൽ ക്ഷേത്ര പരിസരത്തോ ആൽമരമുണ്ടാകും. സാധിക്കുന്നവരെല്ലാവരും ഇന്നും അല്ലെങ്കിൽ നാളെ വൈകിട്ട് ഒരു 5 മണിക്ക് മുൻപ് തന്നെ ആലില എടുത്തു വെക്കുക. ആലില നല്ലതുപോലെ കഴുകി തുടച്ച് അതിനു മുകളിൽ ദീപം കൊളുത്താവുന്നതാണ്. ഇനി ആലില എടുക്കുമ്പോൾ കീറിയതും വാടിപ്പോയതുമായ ഇല എടുക്കരുത്. നല്ല പച്ച നിറത്തിലുള്ള ഫ്രഷായ ഇല നോക്കി തന്നെ എടുക്കുക. ഇനി ഈ ആലില ദീപം കൊളുത്തുന്നതിലൂടെ എന്തെല്ലാം നന്മകളാണ് അല്ലെങ്കിൽ എന്തെല്ലാം ഫലങ്ങളാണ് വന്നു ചേരുന്നതെന്ന് നോക്കാം. സന്താന ഭാഗ്യമില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താന ഭാഗ്യമുണ്ടാകുന്നതാണ്. നല്ലൊരു ജോലി, ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ, പണം സംബന്ധമായ ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ, കടബാധ്യത മൂലം വിഷമിക്കുന്നവർ, ഇനി ഒരുപാട് നാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹം ഇതുവരെയും സാധിച്ചിട്ടില്ല, വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ, ഇനി തൊഴിൽ സ്ഥാപനത്തിൽ പലതരത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ നിങ്ങളുടെ പ്രശ്നം എന്താണോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതിനുവേണ്ടി പ്രാർത്ഥനയോടുകൂടി ഈ ആലില ദീപം നാളെ കൊളുത്താവുന്നതാണ്. ഇനി ഈ ദീപം എങ്ങനെയാണ് കൊളുത്തേണ്ടതെന്ന് നോക്കാം. പൂജാമുറിയിൽ ഒരു തട്ടത്തിൽ വേണം ആലില ദീപം കൊളുത്തുവാൻ. ആലില നല്ലതുപോലെ കഴുകി തുടച്ചെടുത്ത് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഇലയിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊടുക. പിന്നീട് ആലിലയ്ക്ക് മുകളിൽ ഒരു മൺവിളക്ക് വെച്ച് അതിൽ നെയ്യൊഴിച്ച് ദീപം കൊളുത്തുവാൻ സാധിക്കുന്ന എല്ലാവരും നെയ്യൊഴിച്ച് തന്നെ ദീപം കൊളുത്തുക. ഇനി നെയ്യില്ല എങ്കിൽ നല്ലെണ്ണയൊഴിച്ച് ദീപം കൊളുത്താവുന്നതാണ്. പിന്നീട് ദീപത്തിനോട് ചേർന്ന് ഒരു പൂ കൂടി വെക്കുക. നാളെ തൃക്കാർത്തിക ദിവസം നിങ്ങളുടെ പൂജാമുറിയിൽ ഈ ഒരേ ഒരു ദീപം കൊളുത്തി നോക്കൂ. അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ രാജയോഗ തുല്യമായ ജീവിതം വന്നു ചേരുന്നതാണ്. മാത്രമല്ല ലക്ഷ്മി ദേവിയുടെ പരിപൂർണമായ അനുഗ്രഹവും ലഭിക്കുന്നതാണ്. ദീപം കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും കത്തിയിരിക്കേണ്ടതാണ്. പിറ്റേ ദിവസം ഈ ആലില ആരും ചവിട്ടാത്ത സ്ഥലത്തോ അല്ലെങ്കിൽ ചെടിയുടെ ചുവട്ടിലോ ഇടാവുന്നതാണ്. മാത്രമല്ല സാമ്പത്തിക തടസ്സങ്ങൾ മാറി ധനവരവ് വർദ്ധിക്കുകയും കുടുംബത്തിലെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയുന്നതുമാണ്. ഇനി നിങ്ങൾക്ക് ആലില ലഭിക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളവർക്ക് ആലിലയ്ക്ക് പകരം വെറ്റിലയ്ക്ക് മുകളിലും ഈ ദീപം കൊളുത്താവുന്നതാണ്. എന്നിരുന്നാലും എങ്ങനെയെങ്കിലും ആലില സംഘടിപ്പിക്കുവാൻ സാധിച്ചാൽ ആലിലയിൽ തന്നെ ഈ ദീപം കൊളുത്തുവാൻ ശ്രദ്ധിക്കുക. ഇനി ഈ ദീപം കൊളുത്തിയതിനു ശേഷം ആ ദീപത്തിന് മുൻപിലിരുന്ന്
കുറഞ്ഞത് ഒരു 5 മിനിറ്റെങ്കിലും ലക്ഷ്മി ദേവിയുടെ അതിശക്തിയാർന്ന ബീജമന്ത്രം 108 തവണ ചൊല്ലുക. ഇനി മന്ത്രം ചൊല്ലുന്നതിന് മുൻപ് നിങ്ങളുടെ ആഗ്രഹം ഏതാണോ അല്ലെങ്കിൽ ആവശ്യം എന്താണോ അത് ലക്ഷ്മി ദേവിയോട് എത്രയും പെട്ടെന്ന് സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മന്ത്രം ചൊല്ലുക. ഉറപ്പായും നിങ്ങളുടെ ആഗ്രഹം നടന്നിരിക്കും. എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.